ആ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും കല്യാണം. ആ ദാ സോളവൻ എത്തിയല്ലോ. ദേ ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താൻ ഞങ്ങൾ റെഡിയാ. ആ ദേ അപ്പൊ പറഞ്ഞതുപോലെ. ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു. എന്റെ ഈശോയെ. എന്താടാ കാര്യം പറ. ജോസ്മാൻ എവിടെ? ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കിയ ബസ് കയറി ഒളിച്ചോടി പോയി. എന്റെ മാതാവേ. അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ. ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ 12-ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒറ്റോടിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി കാണിച്ചു. ചുമ്മാ പോയത് പോട്ടെ. ജോസ് അല്ലേ വരുന്നത്? കുരുത്തം കേട്ടവനെ, മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ ഒറ്റ അടി വെച്ചേരും കേട്ടോ. നിന്റെ പെണ്ണുമെല്ലാം പറ്റോടെ? അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത. അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പി തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങളെ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ്. എന്നാടാ അവിടെ നിന്ന് കിന്നാരം പറയുന്നേ? ഒന്നുമില്ലപ്പാ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസേട്ടനെ കൂടെ സത്യം ചെയ്യിക്കായിരുന്നു. ഇനി ജോസേട്ടൻ പോവുകയില്ല. അയ്യോ, ഇതെന്ത് പറ്റി മോനെ തലയ്ക്ക്? കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു. സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണം. എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങും പോവരുത് കേട്ടോ. അമ്മച്ചി വരുന്നു മോളെ. അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത 2 പെൺകുട്ടികളുള്ള വീടാ. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഒരു ഓല മടല് വീണതാ. അതിന് ഈ പറമ്പിൽ തെങ്ങില്ലല്ലോ. മടല് വീടാ തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്? മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലുന്നൊരു പുത്തരിയല്ല. ഓർമ്മ വച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളവനെ ഞാൻ. അതുകൊണ്ട് ആർക്കും തല്ലി തോൽപ്പിക്കാനാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം. യേശു നല്ലിടയനെ കേൾക്കണ്ടേ നീ, ആശയൊളി നിശയിൽ വരുന്നു ഞാൻ. അന്ധകാരം ഭയം ആപത്തനർത്ഥങ്ങൾ ലേശം യേശുദാതെന്നെ നീ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 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 ചേട്ടന് സ്തുതി കൊടുക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ, എന്റെ നടുവെട്ടി. എന്റെ മക്കളെ, അയ്യോ വലിയേട്ടന് സ്തുതി കൊടുത്തില്ല. അതിലും വല്ലാത്ത സ്ഥിതിയില്ല ഞാൻ. മക്കള് മുറി കൂട്ടി കിടന്നോ. ചേട്ടൻ ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നാൽ ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ.
ആള് പോയെന്ന് തോന്നുന്നു. സമാധാനായിട്ടൊന്നും. ഇന്നലെ പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? പോകാൻ പറഞ്ഞ പൊക്കോളണം. പോയില്ലെങ്കിൽ ഇനി ഞാനൊന്നും നോക്കില്ല. താൻ ആരാണെന്നുള്ള വിവരം എന്റെ അപ്പനോടും അമ്മച്ചോടൊക്കെ വിളിച്ചു പറയാൻ പോവാ. പറയോ നീ? പറയും. പറയോ? പറയും. കൊത്തി കൊത്തി മുതുകത്തേറി കൊത്തിയല്ലേ. ഈ നാട്ടിൽ എന്നെ കുനിച്ചിരുത്തിടിക്കാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. എന്നെ തല്ലിയാലും കൊന്നാലും എല്ലാം ഞാൻ പറയും. എനിക്ക് എന്റെ പെങ്ങന്മാരുടെ ജീവിതം വലുത്. മേരിക്കുട്ടി, തെക്കേതിലെ മാമച്ചന്റെ വീട്ടിലെ വിശേഷം നീ അറിഞ്ഞായിരുന്നോ? മാമച്ചൻ മരിച്ചിട്ട് 41 കഴിഞ്ഞില്ല. അതിനു മുമ്പ് മക്കള് തമ്മിൽ അവകാശത്തർക്കം പറഞ്ഞ അടിയായി. ജീവിച്ചിരിക്കുമ്പോ വേണ്ടാമെന്ന് എഴുതി വെച്ചില്ലെങ്കിലത്തെ കുഴപ്പം ഇതാ. ജോസിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും ഇന്ന് തന്നെ എന്ന് ഞാൻ വിൽപ്പത്രം എഴുതി വെക്കാൻ പോവാ. സിനിമയെന്നും പറഞ്ഞ് ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുത്തിയവനാ സോളമൻ. അതുകൊണ്ട് ഈ വീട് ജോസിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിനക്ക് 50 സെന്റ് അവിടെ, ബാക്കി പെൺകുട്ടികൾക്ക്. അപ്പം വെറുതെ മണ്ടത്തരൊന്നും കാണിച്ചേക്കല്ലേ. വല്ലയിടത്തുനിന്ന് വന്ന് ഒരുത്തന്റെ പേരിൽ വീട് എഴുതി വെക്കാൻ പോവാ. അയാൾ ജോസേട്ടനല്ല. ചങ്കൂറ്റുള്ള ഒരുത്തനെ കണ്ടപ്പോ ഞാൻ ചുമ്മാ ജോസേട്ടനാന്ന് കള്ളം പറഞ്ഞ അമ്മച്ചി. അയാൾ ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അപകട. അത് ശരി, വീട് അവന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ നിന്റെ ചേട്ടനല്ലാതായി അല്ലേടാ? അയ്യോ, ഞാൻ സത്യമായിട്ട് പറയാ, അമ്മച്ചിയാണ് ജോസേട്ടനല്ല. അപ്പാ, അയാൾ ഒരു ക്രിമിനലാ. ഒരു കൊലക്കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാ. അതാ ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ആ കഥയൊക്കെ ജോസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിനാ അവൻ 7 വർഷം ജയിലിൽ കിടന്നത്. നിനക്കറിയാലോ, അവൻ വന്നേ പിന്നെയാ ഈ വീടൊന്ന് പച്ച പിടിച്ചത്. വന്നു കയറിയിട്ട് ഈ നിമിഷം വരെ അവൻ തൂമ്പ കൈയും താഴെ വെച്ചിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി കാളയെ പോലെ അവൻ പണിയെടുക്കുന്നത്. അവൻ ചേട്ടനല്ലെന്ന് പറയാം. നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? ഇത്രയും നാൾ ഇതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോഴാ അവന് വെളിപാടുണ്ടായത്. ഇവനെ കുഞ്ഞാടിന്റെ മനസ്സൊന്നുമല്ല, കുട്ടിപ്പിശാചിന്റെ മനസ്സാ. അയാൾ എത്ര കുഴപ്പക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാളോ? ചേട്ടാന്ന് പറയടാ. അയാൾ എന്റെ ചേട്ടനല്ല, അല്ല, അല്ല. നിങ്ങൾക്ക് ആർക്കും എന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തെ? ശരി, ഇനിയിപ്പൊ അവൻ ജോസ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ അവനെ ജോസ് ആയിട്ട് കണ്ടുപോയി. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഇല്ല. ദേ, ജോസ്മൻ വരുന്നുണ്ട്. അവൻ ഇതൊന്നും അറിയണ്ട. അപ്പച്ചാ, ആരുടെ അപ്പച്ചൻ? നീ ഉണ്ടാടാ. എന്നാ മോനെ? ഇവിടെ ഒരു മാവ് വന്നിരുന്നല്ലോ, അതെവിടാ? അത് ഈ ഭാഗത്തായിട്ടാ. ഈ വീട് പുതുതായിട്ട് വെച്ചപ്പോ അത് മുറിച്ചല്ലേ ഈ ചായപ്പിലെ പലകയൊക്കെ അടിച്ചത്. ആ, കേട്ടില്ലേടാ? ദയവായിട്ട് ഇപ്പൊ അവനെ കൊണ്ടത് ചോദിപ്പിച്ചത്. ഉള്ളിലൊരു ചെറിയ കളങ്കം പോലും ഉണ്ടാവാതിരിക്കാൻ. പണ്ടങ്ങനെ വല്ല മാങ്ങാണ്ടി പറക്കാൻ വന്നിട്ടുണ്ടാവും. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. നീ ഇനി ജോസിനെ കുറിച്ച് ആരോടെങ്കിലും പുറത്തെന്തെങ്കിലും സംസാരിച്ചു ഞാൻ അറിഞ്ഞാല് ഈ വീടിന്റെ പടിക്ക് പുറത്ത് തോന്നുന്നു നീ ആയിരിക്കും. അപ്പം തന്നെയാ. എന്റെ സിസിലി, ലിസമ്മേ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്ക്. അയാള് ശരിയല്ല. നിങ്ങൾ സൂക്ഷിക്കണം. അയാള് പെൺകുട്ടികളെ ഉപദ്രവിച്ച് കൊല്ലുന്നവനാ, പെണ്ണപിടിക്കാനാ. വല്യേട്ടനെ കുറിച്ച് വെറുതെ അനാവശ്യം ഒന്നും പറയണ്ട. വല്യേട്ടൻ പാവാ. ഇവൻ എന്നെ പ്രാന്തായോ? അതെ, ഭ്രാന്തായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വാഴില്ല. ഒന്നെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. അത് ശരി. തണ്ടും തടിയുള്ള ഇത്ര കാശ് കൊടുക്കാണ്ട് പണിയെടുക്കാൻ കിട്ടിയപ്പോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി അല്ലേ? നീ ഒന്നിനും കൊള്ളാത്തവനാന്ന് ഞാൻ പറയല. സിനിമയുടെ പേരും പറഞ്ഞ് വീട് വിറ്റ് കളിക്കാൻ നിനക്കറിയാം. കിട്ടാത്തൊരു പെണ്ണിനെ പ്രേമിച്ച് ജീവിതകാലം മുഴുവൻ അതിന്റെ പേര് തല്ലുകൊള്ളാനും നിനക്കറിയാം. സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടാത്തൊരു കാരണക്കാരൻ അപ്പം തന്നെയാ. ആ ഇട്ടിച്ച മുതലാളി സ്നേഹിച്ച പെണ്ണിനെ അപ്പൊ തട്ടിയെടുത്തിന്റെ പേരിൽ ദുരിതം അനുഭവിച്ചോണ്ടിരിക്കണം ഞാനാ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ നീ ഇപ്പൊ ഈ ഭൂമി നിൽക്കുന്നത്. ജനിപ്പിച്ച തന്തയുടെ തള്ളയുടെ ബന്ധത്തെ നീ അവഹേളിക്കുന്നു. ഇറങ്ങടാ പടിക്ക് പുറത്ത്. അല്ലെങ്കിലും എന്റെ വിശ്വാസമില്ലാത്ത വീട്ടില് ഞാനിത് നിക്കണില്ല. എവിടുന്ന് വന്നു ഒരുത്തനെ നിങ്ങളും സ്നേഹിച്ച് മോനായിട്ടാണ് വളർത്തിക്കോ. കുടുംബം നശിപ്പിച്ച ഈ ഒന്നിനും കൊള്ളാത്തവൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോക്കോളാം.